പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ അഭിഷേക് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഇഷയെ ഞാൻ വിവാഹം കഴിക്കും. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പരാതമായി മാറിയ നിന്നെ ഒഴിവാക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഏതറ്റം വരെ പോണമെങ്കിലും ഞാൻ പോകും. നിന്നെ കൊല്ലുന്നതിന് വരെ തയ്യാറാകും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അഭിഷേക്. ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാല ആകെ ഞെട്ടിപ്പോകുന്നു. ഞാനല്ലാതെ മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുകയില്ല. അത് ഉറപ്പ് തന്നെയാണ്. ഇത് കേൾക്കുന്ന അഭിഷേക്, ഞാൻ ജീവിച്ച് കാണിച്ചു തരാമടി. നിന്നെയൊക്കെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ മാത്രമേ ഉള്ളൂ. അവൾ മാത്രം. അവളില്ലാതെ എനിക്ക് മറ്റൊരു ജീവിതമില്ല. ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടത് എന്നും എങ്ങനെയാണ് അവളുടെ കൂടെ ജീവിക്കേണ്ടത് എന്നുമുള്ള കാര്യം ഞാൻ നിനക്ക് കാണിച്ചു തരാം. മാത്രവുമല്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മകളെയും വിളിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം തുറന്നു പറയുന്ന അഭിഷേക് ദേവരാജനോട് ഇവളെ ഇനിയും സഹിക്കാൻ എനിക്ക് പറ്റുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ തിരിച്ചടിയായതിനെ തുടർന്ന് ദേവരാജൻ എന്തു പറയണമെന്നറിയാതെ നിന്നിരിക്കുകയാണ്. ഒരിക്കലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രവുമല്ല, ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും ബാക്കിയാകുന്നു. ഇതോടെ ദേവരാജനെ ചെന്ന് കാണുന്ന ദേവബാല അവനെ ഉപേക്ഷിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൻ എൻ്റേത് മാത്രമാണ്. ഒരിക്കലും ഞാൻ അവനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ല. അവൻ എൻ്റേത് മാത്രമാകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് എന്തു പറയണമെന്നറിയാതെ ദേവബാലയെ നിസ്സഹായനായി നോക്കുകയാണ് ദേവരാജൻ. ദേവരാജനോട് അവനെ എൻ്റെ ജീവിതത്തിൽ മാത്രമായി നിർത്താൻ അച്ഛൻ എന്നെ സഹായിക്കുകയില്ലേ എന്ന് ദേവബാല ചോദിക്കുന്നു. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അവൻ എൻ്റെ ജീവിതത്തിൽ തന്നെ വേണം. അച്ഛൻ അതിന് എന്നെ സഹായിക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ചെയ്യാമെന്നുള്ള കാര്യം ഉറപ്പു നൽകിയിരിക്കുകയാണ് ദേവരാജൻ. പക്ഷേ ഇതേ സമയം ഇഷയാകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു പോകുന്നു. ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് ഇഷ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ എൻ്റെ അഭിഷേകിനെ മറക്കുക? ബബ്ലുവിനെ മറക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അത്രയധികം ഞാൻ ബബ്ലുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് അവൾ. ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് മുൻപിൽ ബാക്കിയാവുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് മനസ്സിലാക്കാൻ തനിക്ക് സാധിച്ചില്ലല്ലോ എന്നും ഇഷ ആലോചിക്കുന്നു. ഇതിനിടയിൽ അവിടേക്ക് രാജി വന്നതിനെ തുടർന്ന് ഇഷ സന്തോഷവതിയായി അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇഷയുടെ മനസ്സിലെ വിഷമം മനസ്സിലാക്കാൻ രാജിക്ക് സാധിക്കുന്നു. നിനക്ക് ഇപ്പോഴും അവനെ മറക്കാൻ സാധിച്ചിട്ടില്ല അല്ലേ എന്ന് രാജി ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ പൊട്ടിക്കരയുകയാണ് രാജിയെ കെട്ടിപ്പിടിച്ച്. അഭിഷേകിനെ എൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിടുന്നതിനായി ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ അവനെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് അതിന് കാരണം. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പോലും ഇപ്പോൾ എനിക്ക് അറിയില്ല. ഞാൻ മാനസികമായി ആകെ തകർന്നു പോവുകയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് രാജി. മാത്രവുമല്ല, മോളുടെ മനസ്സ് കാണാൻ ഇപ്പോൾ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്ന രാജി അവളെ ആശ്വസിപ്പിക്കുന്നതിനായി മുന്നിലേക്ക് വരികയാണ്. എന്തായാലും അവനെ മറക്കാൻ നിനക്ക് സാധിക്കുകയില്ല എങ്കിൽ ഒരു തവണ അഭിഷേകിന് പറയേണ്ടത് എന്താണ് എന്ന് കേട്ടുകൂടെ എന്ന് ചോദിക്കുകയും
അവൻ എന്തായാലും അവന് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകട്ടെ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അഭിഷേകിന് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് വ്യക്തമാക്കുന്ന ഇഷ, അവൻ ചതിയനാണ് എന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അവൻ ചതിയനാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു തവണ അവന് പറയാനുള്ളത് കേട്ടു നോക്കൂ. മോളുടെ അച്ഛനാണെങ്കിൽ നിന്റെ വിവാഹം നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ പുതിയ നീക്കങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നിലേക്ക് നീക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതിനുള്ള ഒരു അവസരം കൊടുക്കാൻ ഒടുവിൽ തയ്യാറായിരിക്കുകയാണ് ഇഷ. എന്നാൽ ഇതേ സമയം സോഹനെ ചെന്ന് കാണുകയാണ് അഭിഷേക്. മാത്രവുമല്ല, വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ് എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക്, ഞാൻ എന്ത് ചെയ്താലും ഇപ്പോൾ ദേവബാലയ്ക്ക് സംശയമാണ്. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും അവളെ കൊണ്ട് ഞാനാകെ പൊറുതിമുട്ടിയ അവസ്ഥയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല. ഒരു വശത്ത് ഇപ്പോൾ ദേവബാല, മറ്റൊരു വശത്ത് ഇഷ. ഞാനാകെ തകർന്നു പോയിരിക്കുകയാണ്. ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ. ഇനി എന്ത് ചെയ്യും? അങ്ങനെയൊരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. എനിക്കൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ. നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ദേവബാലയുടെ അവസ്ഥ ഇപ്പോൾ ഭേദപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സോഹൻ, നീയൊന്ന് മനസ്സ് വെച്ചാൽ അവളുടെ അസുഖം മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് എന്നും, ഇഷയുടെ കാര്യത്തിൽ നീ ഒരുപാട് ശ്രമിച്ചില്ലേ, പക്ഷേ നിന്നെ കേൾക്കുന്നതിനായി ഇഷ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ നീ ആ കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അഭിഷേക് ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.